വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ അവസാനം പറഞ്ഞത് മുബ്തദയും ഖബറും ആയിരുന്നു. ആണോ? അല്ല, ജുംല ഇസ്മി മുബ്തദയും ഖബറും അല്ലേ. അപ്പോൾ ഇനി പറയാനുള്ളത് അതിന് മുമ്പ് ചെറിയൊരു വരി നമ്മൾ പറയാൻ വിട്ടിട്ടുണ്ട്. വൽ മുബ്തദഉ ലാ യകൂനു ഇല്ലാ ഇസ്മൻ. മുബ്തദ എപ്പോഴും ഒരു ഇസ്മായിരിക്കും. ഉദാഹരണത്തിന് സയ്യിദുൻ ആലിമുൻ, സയ്യിദാണ് മുബ്തദ. സയ്യിദുൻ ഫിൽ ബൈത്തി, സയ്യിദ് വീട്ടിലാണ്, അവിടെ സയ്യിദാണ് മുബ്തദ. അപ്പോൾ മുബ്തദ എപ്പോഴും ഒരു ഇസ്മായിരിക്കും, ഒറ്റ വാക്ക്. ഖബർ എന്തായിരിക്കാം? അടുത്തത് പറയുന്നു വൽ ഖബറു യകൂനു ഇസ്മൻ. ഖബർ ചിലപ്പോൾ ഇസ്മാവാം. ഏതുപോലെ? ക അൽ ഖമറു മുനീറുൻ. അൽ ഖമറു മുനീറുൻ, ചന്ദ്രൻ പ്രകാശിക്കുന്ന വസ്തുവാണ്, മുനീറാണ്. അപ്പോൾ മുനീർ എന്നുള്ള വാക്ക് ആണ് ഖബർ. അതൊരു വാക്കല്ലേ, ഒരു ഇസ്മാണ്. അപ്പോൾ ഇസ്മാവാം. വഷിബ്ഹു ജുംല. വൽ ഖബറു യകൂനു ഇസ്മൻ ക അൽ ഖമറു മുനീറുൻ വഷിബ്ഹ ജുംല. ഷിബ്ഹു ജുംലയാവാം. ഷിബ്ഹു ജുംല എന്ന് എന്താ? സെമി സെൻറ്റൻസ് അല്ലെ, ഫുൾ സെൻറ്റൻസ് അല്ല. രണ്ട് കാര്യങ്ങളാണ് ഷിബ്ഹു ജുംല. ഒന്ന് ജാറു വൽ മജ്റൂർ, ഫിൽ ബൈത്തി, ഫൗഖൽ മക്തബി, അലസ്സമായി, മിനൽ ബൈത്തി. ഇതൊക്കെ എന്താണ്? നോക്കുമ്പോൾ രണ്ട് വാക്കുണ്ട്, ഒരു സെൻറ്റൻസ് പോലെ തോന്നും, പക്ഷേ ഒരു സെൻറ്റൻസ് ആയിട്ടില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തേത്, ഷിബ്ഹു ജുംലയിൽ ഒന്നാമത്തേത് ജാർ വൽ മജ്റൂർ, ജറിൻ്റെ ഹർഫും അതിന് ശേഷം വന്ന ഇസ്മും കൂടിയിട്ടുള്ളത്. രണ്ടാമത്തേത് ലർഫ്. ലർഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രവൃത്തി നടക്കുന്ന സ്ഥലം അല്ലെങ്കിൽ സമയം സൂചിപ്പിക്കുന്ന ഇസ്മിനാണ് ലർഫ് എന്ന് പറയാം. ഉദാഹരണത്തിന് തഹ്ത അൽ മക്തബി, മേശക്ക് താഴെ. തഹ്ത എന്നുള്ളത് ഒരു ലർഫാണ്, സ്ഥലം. അതുപോലെ തന്നെ സബാഹ അൽ യൗമി, ഇന്നത്തെ പ്രഭാതം. സബാഹ അൽ യൗം എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കൊക്കെ ഉണ്ട്, നല്ല രണ്ട് ഇസ്മുകളാണ്, പക്ഷേ അർത്ഥമുണ്ടോ? ഇല്ല. അപ്പോൾ അതും ഷിബ്ഹു ജുംലയാണ്. അപ്പോൾ ഷിബ്ഹു ജുംല എന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ജാറു വൽ മജ്റൂർ ഫിൽ ബൈത്തി പോലെ, രണ്ടാമത്തേത് ദർഫും അതിന് ശേഷം അതിൻ്റെ ഇസ്മും. ഉദാഹരണത്തിന് സബാഹ അൽ യൗം. അതുപോലെ തന്നെ വേറെന്താ ഉദാഹരണം? അമാമൽ മസ്ജിദി. അല ജാറാണ്. എന്താണ് ജാറും ലർഫും തമ്മിൽ വ്യത്യാസം? ജാറ് എന്ന് പറഞ്ഞാൽ ഹർഫായിരിക്കും, പിന്നെ അതിന് പല അർത്ഥങ്ങളുണ്ടാവും. ലർഫ് എന്ന് പറഞ്ഞാൽ സ്ഥലം അല്ലെങ്കിൽ സമയം മാത്രം സൂചിപ്പിക്കുന്ന ഇസ്മുകളുമായിരിക്കും. ഹർഫല്ല, ഇസ്മാണ്. അതുപോലെ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? സ്ഥലമോ സമയമായിരിക്കും. സബാഹൽ യൗമി അമാമൽ മസ്ജിദി. അമാമൽ മസ്ജിദ് എന്നുമ്പോൾ ഒരു സ്ഥലമാണ് പറയുന്നത്, പള്ളിൻ്റെ മുമ്പിൽ. അമാമ എന്നുള്ളത് ഇസ്മുമാണ്. അപ്പോൾ ഖബറുകൾ എന്തായിരിക്കാം? ഇസ്മായിരിക്കാം, ഷിബ്ഹു ജുംല ആയിരിക്കാം. ഷിബ്ഹു ജുംലക്ക് ഉദാഹരണം സയ്യിദുൻ ഫിൽ മസ്ജിദി, സയ്യിദുൻ അമാമൽ മസ്ജിദി. അതുപോലെ തന്നെ വേറെ ഉദാഹരണം മിന എന്നുള്ളത് ജാറുൽ മജ്റൂർ. മിനൽ ഹിന്ദി, സയ്യിദുൻ മിനൽ ഹിന്ദി, സയ്യിദ് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ ഷിബ്ഹു ജുംലയാവാം. മൂന്നാമത്തേത് വജുംലത്തൻ, ചിലപ്പോൾ ഒരു ഫുൾ സെൻറ്റൻസ് ആവാം. ഉദാഹരണത്തിന് അൽ ഖമറു യുനീറു സമാ, ചന്ദ്രൻ ആകാശത്തെ പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ അൽ ഖമർ എന്നുള്ള മുബ്തദവും യുനീറു സമാ എന്നുള്ള ജുംല ഫിഅലിയ, ഫുൾ സെൻറ്റൻസ് അല്ല. യുനീറു സമാ എന്ന് പറഞ്ഞാൽ യുനീറു എന്നുള്ള ഫിഅൽ, അതിൻ്റെ ഫായിൽ എന്താണ്? ലമീർ മുസ്തത്തിർ ഹുവ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ശേഷം ഫായിലിനെ കണ്ടിട്ടില്ലെങ്കിൽ ലമീർ മുസ്തത്തിർ എന്ന് പറഞ്ഞാൽ മതി. ഫിഅലിൻ്റെ ശേഷം ഫായിലിനെ കണ്ടിട്ടില്ലെങ്കിൽ. ഇപ്പോൾ യുനീറു ഫിഅലും ഫായിലും കൂടിയാണ്. യുനീറു അസ്സമാ മഫൂൽ ബിഹി. യുനീറു സമാ എന്നുള്ള ഫിഅലും ഫായിലും മഫൂൽ ബിഹിയുള്ള ഈ സെൻറ്റൻസ് ഖമർ എന്നുള്ള മുബ്തദൻ്റെ ഖബറാണ്. ചിലപ്പോൾ ജുംല ഇസ്മിയാവാം. ഖബർ അൽ ഖമറു നൂറുഹു ജമീലുൻ. അൽ ഖമർ മുബ്തദ്, നൂറുഹു ജമീലുൻ എന്നുള്ള ജുംല ഇസ്മിയ എന്താണ്? ഇതിൻ്റെ ഖബറാണ്. അപ്പോൾ ഖബർ എന്തൊക്കെ ആവാം? ഇസ്മാവാം, ഷിബ്ഹു ജുംലയാവാം, ജുംല ഫിഅലിയാവാം, ജുംല ഇസ്മിയാവാം. ഈ നാലുമാവാം ഖബർ. പക്ഷെ മുബ്തദ എപ്പോഴും എന്തായിരിക്കും? ഒറ്റൊരു ഇസ്മായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ജുംല സുഗ്റ എന്ന് പറയുന്നത് എന്താണ്? ഈ ഖബർ സെൻറ്റൻസായി വരുമ്പോൾ അതിനാണ് നമ്മൾ ജുംല സുഗ്റ എന്ന് പറയാം, ചെറിയ ജുംല. അത് അൽ ഖമറു നൂറുഹു ജമീലുൻ. നൂറുഹു ജമീൽ എന്നുള്ള ഈ സെൻറ്റൻസ് എന്താണ്? ജുംല സുഗ്റയാണ്. കാരണം അൽ ഖമറു നൂറുഹു ജമീലു എന്ന് പറഞ്ഞാൽ വലിയ സെൻറ്റൻസിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സെൻറ്റൻസാണ്. അതുപോലെ അൽ ഖമറു യുനീറു സമാ, അതിൽ യുനീറു സമാ എന്നുള്ള സെൻറ്റൻസ് ജുംല സുഗ്റയാണ്. കാരണം അൽ ഖമറു യുനീറു സമാ എന്നുള്ള വലിയ സെൻറ്റൻസിൻ്റെ ഉള്ളിലാണിത് കിടക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഖാന വ അഖവാത്തുഹ.
അപ്പോൾ നമ്മൾ പറഞ്ഞത് മുബ്തദവും ഖബറും, ഇതിൻ്റെ രണ്ടിൻ്റെ ഇറാബ് എന്താണ്? മുബ്തദ മർഫു ആയിരിക്കും, ഖബറും മർഫു ആയിരിക്കും. അൽ ഖമറു മുനീറുൻ, ഖമർ മുബ്തദ മർഫു, മുനീറുൻ ഖബർ മർഫു. ക്ലിയറാണ്. അൽ ഖമറു യുനീറു സമാ എന്ന് പറഞ്ഞാലോ നമ്മളെന്താ പറയുക? അൽ ഖമറു മുബ്തദഉൻ മർഫു, യുനീറു സമാ എന്നുള്ളത് ആദ്യം അതിൻ്റെ ഉള്ളത്തെ ഇറാബൊക്കെ പറയണം. എന്നതിന് ശേഷം നമ്മൾ പറയും യുനീറു സമാ എന്നുള്ള ജുംല ഫി മഹല്ലി റഫ്. അതൊരു ഖബറിൻ്റെ സ്ഥാനത്താണ് കിടക്കുന്നത്. അതുകൊണ്ട് അത് ഖബർ മർഫുവിൻ്റെ സ്ഥാനത്താണ് കിടക്കുന്നത്, ഫി മഹല്ലി റഫ് എന്ന് പറയും. ഇനി കാന വഅഖ്വാതുഹ എന്ന് പറഞ്ഞാൽ ഈ മുബ്തദവും ഖബറും മർഫു ആയി കിടക്കുന്നതാണ് സാധാരണഗതിയിൽ ജുംല ഇസ്മിയ. അതിന് മാറ്റം വരുത്തുന്ന ചില ആളുകളുണ്ട്. അവർക്കാണ് നമ്മൾ പൊതുവെ നവാസിഖ് എന്ന് പറയുന്നത്. നസ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുർബലപ്പെടുത്തുക. അപ്പോൾ മുബ്തദ മർഫു ആണ്, ഖബറും മർഫു ആണ് എന്നുള്ള ജുംല ഇസ്മിയയുടെ സാധാരണ അവസ്ഥയെ അതിനെ അസ്വസ്ഥമാക്കുന്ന, അതിനെ മാറ്റം വരുത്തുന്ന ആളുകളുണ്ട്. അവരാണ് നമ്മൾ നവാസിഖ് എന്ന് പറയാം, മാറ്റം വരുത്തുന്നവർ. എന്തൊക്കെയാണ് മാറ്റം? നമുക്ക് ലോജിക്കലി പോസിബിൾ ആയിട്ടുള്ളതൊക്കെ നോക്കാം. ഒന്ന്, മുബ്തദ മർഫു ആയിട്ട് തന്നെ കിടക്കുക, ഖബർ മൻസൂബാവുക, അങ്ങനെ സംഭവിക്കാം. രണ്ടാമത്തേത് നേരെ തിരിച്ച്, മുബ്തദ മൻസൂബാവാം, ഖബർ മർഫു ആവാം. മൂന്നാമത്തേത് രണ്ടും മൻസൂബാവാം. ഇതാണ് പോസിബിൾ ആയിട്ടുള്ളത്, അല്ലേ? ഈ 3 കാര്യങ്ങളാണ് പോസിബിൾ ആയിട്ടുള്ളത്. ആദ്യത്തെ കേസടക്കം 4 രണ്ടും മർഫു, അതാണ് നോർമൽ കേസ്. മുബ്തദയും ഖബറും മർഫു. അല്ലെങ്കിൽ ഉദാഹരണം നോക്കുക, അൽ ഖമറു മുനീറുൻ, ഇതൊന്നാമത്തത്. അതിന് വേണമെങ്കിൽ എന്താവാം? അൽ ഖമറു മുനീറൻ എന്നാക്കാം. തിരിച്ച് അൽ ഖമറ മുനീറുൻ എന്നാക്കാം. നാലാമത്തത് അൽ ഖമറ മുനീറൻ, രണ്ടും നസ്ബ്. ഇതൊക്കെ പോസിബിൾ അല്ലേ? ലോജിക്കലി നമുക്ക് അങ്ങനെ ചെയ്യാമല്ലോ. അപ്പോൾ ഇത് 4 ഉണ്ട് അറബിയിൽ, ഈ 4 കേസുകളുണ്ട്. അതിന് കാരണക്കാരാവുന്ന ആളുകളെയാണ് നവാസിഖ് എന്ന് വിളിക്കുന്നത്. ഒന്നാമത്തെ നവാസിഖാണ് കാന വഅഖ്വാതുഹ. ഒന്നാമത്തെ കേസ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞ? രണ്ടും മർഫു ആയിട്ടുള്ള അവസ്ഥ അല്ലാത്ത. അടുത്തത് എന്താണ്? മുബ്തദ മർഫു ആയി തന്നെ നിൽക്കും, ഖബറിന് നസ്ബിയും. അൽ ഖമറു മുനീറൻ, അല്ലേ? അതിന് കാരണക്കാരാവുന്ന ആളുകളാണ് കാന വഅഖ്വാതുഹ എന്ന് പറയുന്ന 13 ഫിഅലുകൾ. കാന വഅഖ്വാതുഹ, കാനയും സഹോദരിമാരും എന്ന് പറഞ്ഞാൽ കാനയും കാനയെപ്പോലുള്ള വേറെ കുറച്ച് ആൾക്കാരും. അവർ ആരാണ്? 13 ഫിഅലുകളാണ്. അത് ശരിക്ക് ഈ വാക്കുകൾ ശ്രദ്ധിക്കണം. 13 എന്നുള്ളതും പ്രധാനമാണ്, ഫിഅലുകൾ എന്നുള്ളതും പ്രധാനമാണ്. നമ്മളിനി ഇന്ന വഅഖ്വാതുഹ പറയും. ഇന്ന വഅഖ്വാതുഹ ഹുറൂഫുകളാണ്, ഹർഫുകളാണ്. കാന വഅഖ്വാതുഹ ഫിഅലുകളാണ്. ഏതൊക്കെയാണ് കാന വഅഖ്വാതുഹ? കാന, ഒന്ന്, കാനൻ്റെ അർത്ഥം എന്താണ്? ആയിരുന്നു, കഴിഞ്ഞ കാലത്ത് ഒരു കാര്യം അങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കാനൽ ഖമറു മുനീറൻ, അല്ലെ? കുറേ കാലം കഴിഞ്ഞ് ചന്ദ്രനൊക്കെ പോയി, നമ്മൾ പരലോകത്തെത്തിയിട്ട് പറയാം കാനൽ ഖമറു മുനീറൻ, ചന്ദ്രൻ പ്രകാശിക്കുന്നതായിരുന്നു. അത് പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് കാന. അപ്പോൾ കാന വന്നതുകൊണ്ട് എന്തായി? അൽ ഖമറു എന്നുള്ളത് അങ്ങനെ തന്നെ നിന്നു, മുബ്തദ മർഫുആയി തന്നെ നിന്നു, ഖബർ മൻസൂബായി. കാനൽ ഖമറു മുനീറൻ. ഇനി അടുത്ത ആൾ അസ്ബഹ. അസ്ബഹ എന്ന് പറഞ്ഞാൽ രാവിലെ ആയി മാറി, പ്രഭാതത്തിൽ ഒരു കാര്യം ഇങ്ങനെ ആയിരുന്നു. ഉദാഹരണത്തിന് നമ്മളൊരു ഹദീസ് പറഞ്ഞു, ആരാണോ ഫജ്ർ നമസ്കരിക്കുന്നത്, അസ്ബഹ നശീതൻ, അവൻ നല്ല ഉന്മേഷവാനായിരിക്കും, ആയി മാറും. അവൻ ഉന്മേഷവാനായിരിക്കും, ഒരു കാര്യം രാവിലെ ഈ അവസ്ഥയിലായിരിക്കും എന്ന് പറയാൻ വേണ്ടി. അസ്ബഹ്തു, ഞാൻ പ്രഭാതത്തിൽ ആയി മാറി, നശീതൻ. അപ്പോൾ അന നശീത്തുൻ എന്നാണ് ശരിക്ക് മുബ്തദയും ഖബറും. അതിൻ്റെ മുമ്പിൽ അസ്ബഹ വന്നപ്പോൾ എന്തായി? അസ്ബഹ്തു നശീതൻ എന്നായി. ക്ലിയർ അല്ലേ? അൽഹ, അൽഹ എന്ന് പറഞ്ഞാൽ ളുഹാ സമയം. അൽഹൈതു, ഒരാൾ രാവിലെ തന്നെ ഫജ്റിന് തന്നെ അധ്വാനിക്കാൻ തുടങ്ങി, അപ്പോൾ ളുഹൻ്റെ സമയത്ത് തളർന്നു. അൽഹൈതു, അല്ലെങ്കിൽ പോട്ടെ, അൽഹ സൈദുൻ മുത്അബൻ, സെയ്ദ് ളുഹാ സമയത്ത് ക്ഷീണിതനായി. ഇപ്പോൾ സെയ്ദുൻ മുത്അബുൻ എന്നായിരുന്നു ശരിക്കും സെൻറ്റൻസ്, മുബ്തദ ഖബറും. സെയ്ദുൻ മുത്അബുൻ, അൽഹ വന്നപ്പോൾ അൽഹ സെയ്ദുൻ മുത്അബൻ. അടുത്തത് ളല്ല. ളല്ല എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ ഒരു കാര്യം കുറേ സമയം തുടർന്നു. ഇംഗ്ലീഷിൽ എന്താ? ഹാഡ് ബീനോ? ഹാഡ് ബീൻ. പാസ്റ്റിൽ ഒരു കാര്യം ഇങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു കുറച്ച് കാലം. ളലൽതു, ളാദല്ല കേട്ടോ,
ദലൽത്തു വാദ് ഉപയോഗിച്ച് പറഞ്ഞാൽ ഞാൻ പഴിച്ചു പോയിരുന്നത് അതല്ല, മറ്റേ ത്വാൻ്റെ വാ. ദലൽത്തു സായിമൻ, ഇന്നലെ ഞാൻ നോമ്പുകാരനായി കൊണ്ടേയിരുന്നു. അന സായിമുൻ എന്നാണ്, അന സായിമുൻ എന്നാണ് മുബ്തദ ഖബർ. ദല്ല വന്നപ്പോൾ പാസ്റ്റിൽ ഞാൻ നോമ്പുകാരനായി കൊണ്ടിരുന്നു, തുടർച്ചയായിക്കൊണ്ട്. ഒരാൾ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ദലൽത്തു 20 സന മുദീറൻ, ഞാൻ 20 വർഷം മുദീറായിരുന്നു, തുടർച്ചയായി മുദീറായിരുന്നു. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഈ ദല്ല എന്നുള്ള വാക്കിന് ഇപ്പോൾ അസ്ബഹ അദ്ഹക്കെ വ്യക്തമാണ്. സുബഹിന് അസ്ബഹ, സുബാഹ്, ദുഹ സമയത്ത് ആയിരുന്നു അദ്ഹ. പക്ഷെ ദല്ല എന്നുള്ള വാക്കിന് ഈ വാക്ക് വരാൻ എന്താ കാരണം? പാസ്റ്റിൽ ഒരു കാര്യം ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തു എന്നുള്ളതിന് ദല്ല എന്ന് പറയാൻ കാരണം അവിടെ ഒരു സംശയത്തിന് വകുപ്പില്ലേ? ആരും ചോദിച്ചില്ലല്ലോ. ദല്ല എന്ന് പറഞ്ഞാൽ പകൽ ചെയ്തതിനെ ദല്ല എന്ന് പറയുള്ളൂ. പിന്നെ കുറേ കാലം ആകുമ്പോൾ പ്രശ്നമില്ല. ഇപ്പോൾ 20 വർഷം എന്ന് പറയുമ്പോൾ കുറേ പകലും അതിലുണ്ടല്ലോ. അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പകലായിരിക്കണം, രാത്രി ചെയ്തതിന് പറയില്ല ദല്ലാന്ന്. അപ്പോൾ പകലിന് എന്തുകൊണ്ട് ദല്ലാന്ന് ഉപയോഗിച്ചു? കാരണം ദില്ല് എന്നതുണ്ടായതാണ്, നിഴലുണ്ടാവും പകലല്ലേ, രാത്രി നിഴലുണ്ടാവില്ലല്ലോ. കാരണമുണ്ട് എല്ലാത്തിനും. ഓക്കെ, അടുത്തത് അംസ, വൈകുന്നേരം. അംസയിത്തു, വൈകുന്നേരം ആയപ്പോൾ എന്തായി? അംസയിത്തു എന്തെങ്കിലും ഒരു വാക്ക്, ജായിഅൻ, വൈകുന്നേരം ഇപ്പോൾ വിഷന്നു. അന ജായിഉൻ എന്നുള്ളതിന് മുമ്പ് അംസ എന്ന് വന്നപ്പോൾ അംസയിത്തു ജായിഅൻ. നിങ്ങൾക്ക് സംശയമുണ്ടോ അതിൽ എന്തെങ്കിലും? അപ്പോൾ അംസയിത്തു എന്നുള്ളതിൽ ചിലപ്പോൾ തൂ എന്നുള്ളത് അതുകൊണ്ടൊരു സംശയം ഉണ്ടാവാം അല്ലേ? അതിൻ്റെ അംസയിത്തു ജായിഅൻ എന്നുള്ളതിൻ്റെ ഏറാബ് എന്താ പറയുക? എങ്ങനെ പറയാം? അംസ പോട്ടെ, അതിനെ കുറിച്ച് പിന്നെ പറയാം. തൂ എന്നുള്ളത് എന്താണ്? മുബ്തദഉൻ മർഫൂ അല്ലേ? ആണോ? അല്ല, അത് ദമീറാണ്. തൂ എന്നുള്ളത് ദമീറുൻ മബ്നിയുൻ അല ദമ്മി ഫി മഹല്ലി റഫ്. മുബ്തദ ആണ്, പക്ഷെ അതെന്താണ്? മബ്നിയല്ലേ? മുബ്തദ ഇസ്മാവാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദമീറുകളാവാം. ഇപ്പോൾ ഹുവ ആലിമുൻ എന്ന് പറയുമ്പോൾ ഹുവ എന്താണ്? മുബ്തദാണ്, പക്ഷേ ദമീർ മബ്നിയാണത്. മുബ്തദ എന്ന് പറഞ്ഞാൽ അതിൽ പല ആളുകൾ വരാം. ഇസ്മുല്ലാഹിർ വരാം, ദമീർ വരാം, ഒക്കെ വരാം. ഇസ്മുകളുടെ ഒരു ഇനാണ് മുബ്തദ എന്ന് പറയുന്നത്. അതിൻ്റെ കീഴിൽ ലാഹിറായ ഇസ്മു വരാം, ദമീർ വരാം, ദമീർ മുസ്തദിർ വരാം, പറ്റൂലേ? അപ്പോൾ പോട്ടെ, അംസയിത്തുവിനെ വിടാം നമുക്ക്. അംസ സയ്യിദുൻ ജായിഅൻ, സെയ്ദ് വൈകുന്നേരമായപ്പോൾ വിശപ്പുള്ളവനായിരുന്നു. അതിൻ്റെ ഇറാബ് എങ്ങനെ പറയാം? അംസ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ഫിഅൽ. സയ്യിദുൻ മുബ്തദ മർഫൂ അലാമത്ത് റഫ്ഇഹി ദമ്മ. ജായിഅൻ ഖബർ മൻസൂബ്. ഓക്കെ അല്ലേ? ബാത്ത, ബാത്ത എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഒരു കാര്യം ചെയ്തു. ബാത്ത അൽ മുഅ്മിനു ഖായിമൻ, ഒരു മുഅ്മിൻ നമസ്കരിക്കുന്നവനായിക്കൊണ്ട് രാത്രി കഴിച്ചു കൂട്ടി. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അപ്പോൾ ബാത്ത യബീതു, ബാത്ത എന്ന് പറഞ്ഞാൽ രാത്രി കഴിച്ചു കൂട്ടി. ബാത്ത ഖായിമൻ അല്ലെങ്കിൽ ബാത്ത മുസല്ലിയൻ. അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒറിജിനൽ രൂപം? അൽ മുസ്ലിമു ഖായിമുൻ, മുസ്ലിം രാത്രി നമസ്കരിക്കുന്നവനാണ്, അല്ലെങ്കിൽ നമസ്കരിക്കുന്നവനാണ്. ഒരു മുസ്ലിം നമസ്കരിക്കുന്നവനാണ്. അതിൻ്റെ മുമ്പിൽ ബാത്ത എന്നുള്ള കാനവാഹവാത്തുഹയിൽപ്പെട്ട ബാത്ത വന്നപ്പോൾ എന്തായി? നിങ്ങൾ പറയും. ബാത്ത അൽ മുസ്ലിമു ഖായിമുൻ, അതിൻ്റെ മുമ്പ് ബാത്ത എന്ന് വന്നപ്പോൾ എന്താവും? നിങ്ങൾ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലെന്ന് അറിയട്ടെ. ബാത്ത അൽ മുസ്ലിമു ഖായിമൻ. ക്ലിയർ അല്ലേ? സാറ, സാറ എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറി. സിർത്തു ഗനിയൻ, അല്ലെങ്കിൽ തൂ വേണ്ട അല്ലേ? സാറ സെയ്ദുൻ ഗനിയൻ, സെയ്ദ് ഫക്കീറായിരുന്നു, പിന്നെ പണക്കാരനായി മാറി. അപ്പോൾ സാറ സെയ്ദുൻ ഗനിയൻ. എന്താ അതിൻ്റെ ഇറാബ്? സെയ്ദുൻ മുബ്തദ മർഫൂ അല്ലേ? ഗനിയൻ ഖബർ മൻസൂബ്. എന്തുകൊണ്ട്? കാന വന്നുകൊണ്ട്, അല്ല സാറ വന്നുകൊണ്ട്. അപ്പോൾ എത്രനായി? കാന, അസ്ബഹ, അദ്ഹ, ളല്ല, അംസ,
ബാത്ത സാറ. ഏഴാണ് അല്ലേ? അല്ലേ? 7. ഇനി 4 ഉണ്ട്. 7 കഴിഞ്ഞിട്ട് ബാക്കി 4 ഒരേ അർത്ഥം. 4 മാസാല, മൻഫക്ക, മാബരിഹ, മാദാമ. എന്താ അതിൻ്റെ അർത്ഥം? അഫ്വൻ 3 ഒരേ അർത്ഥം. മാസാല, മൻഫക്ക, മാബരിഹ. ഇതിനൊരേ അർത്ഥമാണ്. എന്താണ് അർത്ഥം? തുടർച്ചയായി ഒരു കാര്യം തുടർന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും തുടരാണ്. അതല്ല എന്ന് പറഞ്ഞാൽ തുടർന്നിട്ട് കഴിഞ്ഞ്. ഈ 3 അല്ലെങ്കിൽ വേണ്ട 4 മാദാമ, മാബരിഹ, മംഫക്ക, മാബരിഹ. ഈ 4 മാദാമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് പിന്നെ നമ്മൾ പഠിക്കും. ഈ 4 അർത്ഥം ഒരു കാര്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. മാബരിഹ സെയ്ദുൻ താലിബൻ. സെയ്ദ് വിദ്യാർത്ഥിയായി കൊണ്ടേയിരിക്കുന്നു, ഇപ്പോഴും വിദ്യാർത്ഥിയാണ്. മാസാല അൽ മുസ്ലിമൂന പോട്ടെ. മാസാല സെയ്ദുൻ മുജ്തഹിദൻ. സെയ്ദ് ഇപ്പോഴും മുജ്തഹിദായി തുടരുന്നു. മാസാല സെയ്ദുൻ മുജ്തഹിദൻ. മാസാല ഉബൈദുൻ ഹരീസൻ. ഉബൈദ് ഇപ്പോഴും വളരെ താല്പര്യമുള്ളവനായി തുടരുന്നു. വ്യക്തമല്ലേ? അതുപോലെ അതേ അർത്ഥമാണ് മൻഫക്ക മാബരിഹ. മൻഫക്ക സെയ്ദുൻ മുജ്തഹിദൻ, മൻഫക്ക ഉബൈദുൻ ഹരീസൻ. അതുപോലെ മാബരിഹ സെയ്ദുൻ മുജ്തഹിദൻ, മാബരിഹ ഉബൈദുൻ ഹരീസൻ. ഒരു വ്യത്യാസമല്ല. മാദാമ റജുലു ഗനിയൻ. ആ മനുഷ്യൻ ഇപ്പോഴും സമ്പന്നനായി തുടരുന്നു. അപ്പോൾ എത്ര എണ്ണമായി? 13 തൊട്ട് 13 ആയോ? എന്താ വിട്ട്? കാന, അസ്ബഹ, അദ്ഹ, ദല്ല, അംസ, ബാത്ത, സാറ. 7. ലൈസ. എന്നാലും 12 അല്ലേ ഉള്ളൂ. മാഫത്തിയും അതിൽപ്പെട്ടതാണ്. അപ്പോൾ 13ആയി. ലൈസൻ്റെ അർത്ഥം എന്താ? അല്ല എന്ന് പറയാൻ. ലൈസ സെയ്ദുൻ ഹരീസൻ. സെയ്ദ് ഹരീസ് അല്ല, താല്പര്യമുള്ളവനല്ല. ഇതിലെന്തെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾക്ക് സംശയമുള്ള പോലെ എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഇനി നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ചോദ്യം ചോദിക്കാൻ, അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് സംശയം ഉണ്ടോ അല്ലേ എന്നുള്ളത്. എനിക്ക് സംശയമുണ്ട്. മാസാൽ അൽ മുസ്ലിമൂന മുസ്ലിങ്ങൾ എന്താണ്? ഒരു സെൻറ്റൻസ് പറയും. നല്ലൊരു ഉദാഹരണമായി, നല്ല വാക്കാണോ? മാസാൽ അൽ മുസ്ലിമൂന. നല്ല എന്ത് വാക്കാ പറയുക? എല്ലാ മുസ്ലിങ്ങൾക്കും ബാധകമായിട്ട് പോട്ടെ. മാസാൽ അത്തുല്ലാബു മുജ്തഹിദീന. അത്തുല്ലാബു മുജ്തഹിദൂൻ എന്നാണ് നമ്മുടെ സെൻറ്റൻസ്. അത്തുല്ലാബു മുജ്തഹിദൂൻ. എന്താണ് മുബ്തദ? ഇത് നഹ്വിൻ്റെ പ്രത്യേകത. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ആവശ്യം വരും നമുക്ക്. മാത്സ് പോലെയാണ്. കൂട്ടാനും കുറക്കാനും പഠിക്കാതെ ഒരാൾ കുറേ മേലോട്ട് പോയി ഡിഫറൻഷിയേഷനും മറ്റേ ഇൻ്റഗ്രേഷനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 സംഖ്യ കൂട്ടാനറിയില്ല, എന്ത് സംഭവിക്കും? എല്ലാം പോവും. അതുപോലെയാണ് അത്തുല്ലാബു മുജ്തഹിദൂന. നമ്മൾ ജമ്മു മുദക്കർ സാലിമിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാനിപ്പം ചോദിക്കും. അത്തുല്ലാബു മുജ്തഹിദൂന. വിദ്യാർത്ഥികൾ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. മുബ്തദും ഖബറും. ഏതാ മുബ്തദ്? അത്തുല്ലാബ്. മുജ്തഹിദൂന ഖബർ. തുല്ലാബിൻ്റെ ഇറാബ് എന്താണ്? മുബ്തദഉൻ മർഫൂഅ് അലാമത്തു റഫ്ഇഹി അദ്ദമ്മ അല്ലേ? മുജ്തഹിദൂൻ എന്ന് പറഞ്ഞാലോ ഖബർ മർഫൂഅ് അലാമത്തു റഫ്ഇഹി അൽ വാവ്. നമ്മൾ പറഞ്ഞിരുന്നു റഫിൻ്റെ അലാമത്ത് ദമ്മ, നസ്ബിൻ്റെ അലാമത്ത് ഫത്ഹ, ജറിൻ്റെ അലാമത്ത് കസ്റ, ജസ്മിൻ്റെ അലാമത്ത് സുക്കൂൻ, എക്സെപ്റ്റ് 5 ആൾക്കാർ. ആരൊക്കെയായിരുന്നു അവർ? അതിലൊരാളാണ് ജമ്മു മുദക്കർ സാലിം. മുസ്ലിമൂന, മുഅ്മിനൂന, ഇങ്ങനെയുള്ള വാക്കുകൾ. അവരെന്താണ്? അതിൽ റഫ് വാവ്, നസ്ബ് യാ, ജറ് യാ, ജസ്മില്ല. ഇത് പറഞ്ഞത് നമ്മൾ അഹ്കാമുൽ കലിമ ആ കൂട്ടത്തിൽ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞത്. ഓരോ കാര്യവും അടുത്തതിൽ ആവശ്യം വരും. അപ്പോൾ അത്തുല്ലാബു മുജ്തഹിദൂന. ഇനി നമ്മൾ കാന ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ മാസാല ഉപയോഗിക്കുകയാണ്. മാസാലേ നല്ലത്. ഇപ്പോഴും മുജ്തഹിദീങ്ങളാവട്ടെ.
മാസാലത്തുല്ലാബു, ഇത് പറയുന്നവർക്ക് ഇതുവരെ അടുത്ത എല്ലാം മനസ്സിലായിട്ടുണ്ടാവും. മാസാലത്തുല്ലാബ്, ഞാൻ ചോദിക്കുന്ന ആൾ പറഞ്ഞത് മാസാലത്തുല്ലാബു എന്ന് പറയും. അടുത്ത വാക്ക് അത്തുല്ലാബു മുജ്തഹിദൂനാണ് നമ്മുടെ സെൻറ്റൻസ്. മാസാല വന്നു, മാസാലത്തുല്ലാബു ഡാഷ് മുജ്തഹിദൻ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന ആരാ ഉള്ളത് മുമ്പ് ഉണ്ടായിരുന്ന? പറയാറുണ്ട് മുജ്തഹിദീന. മാഷാ അല്ലാഹ് ബാറക്കല്ലാഹ്. മാസാലത്തുല്ലാബു മുജ്തഹിദീന നസ്ബാണ്. അപ്പോൾ ജമു മുദക്കർ സാലിമിൻ്റെ നസ്ബ് ഇപ്പോൾ പറഞ്ഞു ഞാൻ വീണ്ടും രണ്ടാമത്. ജമു മുദക്കർ സാലിമിൻ്റെ നസ്ബ് എന്താണ്? യാ കൊണ്ടാണ്. ഇപ്പോൾ മനസ്സിലായോ? ഇപ്പോഴാണ് ശരിക്ക് നമ്മൾ അന്ന് പറഞ്ഞ ജമു മുദക്കർ സാലിമിൻ്റെ ഇറാബിൽ ഫത്തും കസ്റും ലമ്മയല്ല വാവും യാവും ആണ് എന്ന് പറഞ്ഞത് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാവുക. അത് അപ്ലൈ ചെയ്യുന്നത് ഇപ്പോഴാണ്. നമ്മളവിടെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അത് തിയറി പറഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ ജയ്ദുൻ മുജ്തഹിദുൻ എന്നാണ് വിചാരിക്കുക. അപ്പോൾ കാന ജയ്ദുൻ മാസാല ജയ്ദുൻ മുജ്തഹിദൻ, അത്തുല്ലാബു മുജ്തഹിദൂന, മാസാലത്തുല്ലാബു മുജ്തഹിദീന. ഇപ്പോൾ മനസ്സിലായില്ലേ നസ്ബിൻ്റെ അലാമത്ത് യാ എന്ന് പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം? ഓക്കെ, ഇനി നമുക്ക് ദമീറൊന്ന് നോക്കാം. അസ്ബഹ്തു നഷീത്തൻ എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ മുമ്പ് ചെറിയൊരു കാര്യം, ഈ കാന വാഹ്വാത്തഹ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുബ്തദ എന്ന് വിളിക്കില്ല, പിന്നെ നമ്മളതിനെ ഇസ്മ എന്ന് വിളിക്കാം. ഇപ്പോൾ കാന സയ്യിദുൻ മുജ്തഹിദൻ, ഇപ്പോൾ സയ്യിദിനെ നമ്മൾ പിന്നെ മുബ്തദ എന്ന് പറയില്ല. സയ്യിദിന് നമ്മൾ പറയാം ഇസ്മു കാന എന്ന് പറയാം. മുജ്തഹിദ് എന്താണ്? ഖബർ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം എന്തൊക്കെയാണെങ്കിലും കാന എന്നുള്ളതൊരു ഫെയിലല്ലേ. നമ്മളിപ്പോൾ അതിനെ അങ്ങനെ ഒരു ജുംല ഇസ്മിയൻ്റെ മുമ്പിലൊക്കെ ഉപയോഗിക്കുകയാണ്. ശരിക്കും കാന എന്ന് പറയുന്നൊരു ഫെയിലാണല്ലോ. കാന യക്കൂനു കുൻ മാതി മുതാരിയൊക്കെ ഉള്ള ഒരാളാണ്. ശരിക്കും സ്വന്തമായിട്ടൊരു ജുംല ഉണ്ടാക്കേണ്ട ആളാണ് അല്ലേ. ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് ഫെയിലാണെങ്കിൽ അത് ജുംല ഫെയിൽ ചെയ്യായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ കാന ജയ്ദുൻ മുജ്തഹിദൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ആളാരാ? കാന എന്ന് പറയുന്ന ഫെയിലാണ്. അപ്പോൾ നമ്മളെ നിയമമുണ്ട്, മുമ്പ് നമ്മൾ പറഞ്ഞു, ഒരു സെൻറ്റൻസിലെ ഫസ്റ്റ് വേർഡ് ഒരു ഫെയിലാണെങ്കിൽ അത് ജുംല ഫെയിൽ ചെയ്യായിരിക്കും. ഇപ്പം ഇവിടെ കാന വഹവാത്തും ഒക്കെ സെൻറ്റൻസിൽ ഫസ്റ്റിലാണ് വരുന്നത്. പക്ഷെ എന്നിട്ടും സ്വന്തമായിട്ടൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഈ 13 ആളുകൾക്ക്. ഒരു ദുർബലരാണ്, അവർക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാനുള്ള ആവതില്ല. അവരൊരു ജുംല ഇസ്മിയൻ അങ്ങനെ ചെറിയ ഇറാബൊക്കെ മാറ്റം വരുത്തി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് ഫായിലില്ല. സാധാരണ ഒരു ഫെയിൽ വന്നാൽ ലിക്കുല്ലി ഫെയിലിൻ ഫായിലുൻ ബാദഹു, അതിന് ശേഷം ഫായിലുണ്ടാവും, പക്ഷെ കാനക്ക് ഫായിലില്ല. അപ്പോൾ നമ്മളതിന് ചെറിയൊരു പരിഗണന കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്? ഇസ്മ കാനെന്ന് വിളിക്കുകയാണ് മുബ്തദനെ. ഒരു ചെറിയൊരു ആശ്വാസം. ഫായിൽ എന്ന് പറയുന്നില്ല, കാനൻ്റെ ഫായിലെന്ന് പറയില്ല, പക്ഷേ ഇസ്മ കാന, കാനക്കൊരു സമാധാനത്തിൽ. മുബ്തദ എന്ന് പറഞ്ഞാൽ കാനായിട്ട് ബന്ധമില്ലല്ലോ. മുബ്തദ എന്ന് പറഞ്ഞാൽ ഇത് ആ ജുംല ഇസ്മിയൻ്റെ ഭാഗമാണ്. അപ്പോൾ കാനായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം വേണ്ടേ? അതിൻ്റെ ഈ പഴയ മുബ്തദനെ നമ്മൾ എന്ത് ചെയ്യും? ഇസ്മ കാനെന്ന് വിളിക്കും. മനസ്സിലായത്? ഓക്കെ, ഇനി ഒരു സെൻറ്റൻസ്. ലൻ ഉസ്ബിഹ മുഹ്മിലൻ, ഒരു സെൻറ്റൻസ്. എന്താണ് മുഹ്മിൽ എന്ന് പറഞ്ഞാൽ? മുഹ്മിൽ എന്ന് പറഞ്ഞാൽ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ട് അത് ചെയ്യാതെ അത് അലംഭാവം കാണിക്കുന്നവൻ. മുഹ്മിൽ എന്ന് പറഞ്ഞാൽ അലംഭാവം കാണിക്കുന്നവൻ. അഹ്മല എന്ന് പറഞ്ഞാൽ അലംഭാവം കാണിച്ചു. അഹ്മല എന്നുള്ളത് ഏതാ വസ്ന്? അഫ്അല. അതിൻ്റെ ഇസ്മു ഫായിൽ എന്താ? മുഹ്മിലുൻ. അതാണ് സർഫിൽ നമ്മൾ പഠിച്ചത്. ഞാൻ പറഞ്ഞില്ല, ഓരോ സംഗതിയും നമുക്ക് ആവശ്യം വരും. ആവശ്യമില്ലാത്ത ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല, ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുത്ത പുസ്തകങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ മുഹ്മിൽ എന്ന് പറഞ്ഞാൽ അലംഭാവം കാണിക്കുന്നവൻ. ലൻ ഉസ്ബിഹ മുഹ്മിലൻ, ഞാൻ അലംഭാവം കാണിക്കുന്ന ഒരാളാവുകയില്ല എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഇറാബ് എങ്ങനെ പറയാം? ലൻ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ല, അത് ഹർഫ് നസ്ബാണ്, നസ്ബ് ഉണ്ടാക്കുന്ന ഹർഫാണ്. അതിപ്പോൾ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഉസ്ബിഹ എന്നാ പറയാം, ലൻ ഉസ്ബിഹ. ഓക്കെ, മുഹ്മിലൻ അതിൻ്റെ ഇറാബ് എന്താ? ലൻ ഉസ്ബിഹ മുഹ്മിലൻ. ഈ സെൻറ്റൻസിൻ്റെ ഇറാബ് എന്താ? നമ്മൾ പറഞ്ഞു കാന വഹവാത്തുഹ 13 ആളുകളും. കാന വഹവാത്തുഹയിലെ 13 ആളുകൾക്ക് എന്തുണ്ടാവും? ഒരു ഇസ്മുണ്ടാവും. ഇസ്മു കാന എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്ബിഹ എന്നുള്ളത് ഈ 13 പെട്ടതാണ്. അസ്ബഹ, യുസ്ബിഹു, അസ്ബിഹ് മാദി, മുദാരി, അമ്ര. അതിൻ്റെ മുദാരിയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തത്, ലൻ ഉസ്ബിഹ. അപ്പം അതിൻ്റെ ഇസ്മ എവിടെ?
നമ്മൾ ഫായിലിനെ പറ്റി പറഞ്ഞ പോലെ ലികുല്ലി ഫിഅലിൻ ഫായിലുൻ ബഅദഹു, ഇല്ലെങ്കിൽ ലമീറുൻ മുസ്തത്തിർ. അതേമാതിരി കാന വഅഖവാത്തുഹയിൽ ഓരോരുത്തർക്കും ഇസ്മുൻ ബഅദഹു, അതിന് ശേഷം ഒരു ഇസ്മുണ്ടാവും, ഇല്ലെങ്കിൽ ലമീറുൻ മുസ്തത്തിർ. അപ്പോൾ ഉസ്ബിഹൻ്റെ ലമീർ എന്താണ്? അന. അന എന്നുള്ള ലമീറാണ് അവിടെ ഒളിഞ്ഞിരിക്കുന്നത്. അതാണ് ഇസ്മു അസ്ബഹ. ഇസ്മു കാന എന്ന് പറഞ്ഞ മാതിരി ഇസ്മു അസ്ബഹ. മുഹ്മിലൻ എന്നുള്ളത് എന്താണ് പറയും? നിങ്ങൾ പറയുന്നതാണ് എൻ്റെ ശക്തി. ഖബർ ഇറാബ് മൻസൂബ് അലാമത്ത് നസ്ബിഹി അൽ ഫത്ഹ, അലാമത്ത് നസ്ബിഹി അൽ ഫത്ഹ. ഇപ്പം നിങ്ങൾ പറഞ്ഞത് മനസ്സ് തട്ടി പറഞ്ഞതാണെങ്കിൽ അടുത്ത ഉദാഹരണം പെട്ടെന്ന് പറയും. ലൻ നുസ്ബിഹ മുഹ്മിലീന, ലൻ നുസ്ബിഹ മുഹ്മിലീന. ഇത് പറയും. ലൻ എന്താണ്? ഹർഫു നസ്ബ്. അത് ഞാൻ പറയാം, കാരണം പഠിക്കാത്ത കാര്യം. ലൻ എന്നുള്ളത് ഹർഫു നസ്ബിൻ ലാ മഹല്ല ലഹു മിനൽ ഇറാബ്. ഏത് ഹർഫും വന്നാൽ നേരെ ലാ മഹല്ല ലഹു മിനൽ ഇറാബ് എന്നാണ് മാറ്റി വെച്ചത്. നുസ്ബിഹ എന്താണ്? നുസ്ബിഹ എന്ന് പറഞ്ഞാൽ ഫിഅൽ മുദാരിയാണ്. ഫിഅൽ മുദാരി മൻസൂബ് ലൻ വന്നതുകൊണ്ട്. അതും ഇപ്പോൾ പ്രശ്നമാക്കണ്ട, കാരണം നമ്മൾ പഠിച്ചിട്ടില്ല. ഇറാബ് ഫിഅൽ മുദാരി എന്നുള്ളത് ലാസ്റ്റ് പഠിക്കാൻ പോകുന്നുണ്ട്. നമ്മൾ അറിയേണ്ടത് ഇസ്മു നുസ്ബിഹു, അതിൻ്റെ ഇസ്മ എവിടെ? നഹ്നു. ലമീറുൻ മുസ്തത്തിർ തഖ്ദീറുഹു നഹ്നു, അങ്ങനെ പറയാം. ഒരു സ്ഥലത്ത് എന്തെങ്കിലും ലമീർ മുസ്തത്തിർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇറാബ് പറയുമ്പോൾ എങ്ങനെ പറയാം? ഇസ്മു നുസ്ബിഹു ലമീറുൻ മുസ്തത്തിർ. ഇസ്മു നുസ്ബിഹു, നുസ്ബിഹുവിൻ്റെ ഇസ്മു എന്ന് പറയുന്നത് ലമീറുൻ മുസ്തത്തിർ ആകുന്നു. തഖ്ദീറുഹു, അതിൻ്റെ സങ്കല്പം നഹ്നു, നഹ്നു എന്നുള്ളതാണ്. മുഹ്മിലീന അതാണ് അറിയേണ്ടത്. ഇതറിഞ്ഞാൽ എനിക്ക് മനസ്സിലായെന്ന് പറയാം. എന്താണ്? ഖബറുൻ മൻസൂബുൻ അലാമത്ത് നസ്ബിഹി അൽ യാ ഉ. മുഹ്മിലീന എന്നുള്ള യാ, ആ സെക്കൻഡ് ലാസ്റ്റ് യാ ആണ് നസ്ബിൻ്റെ അലാമത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് കാന വഅഖവാതുഹ. ഇനി ഇപ്പോൾ നമ്മൾ എവിടെ എത്തി? അഹ്കാമുൽ കലിമ കഴിഞ്ഞ്, അഹ്കാമുൽ കലാം ജുംല ഇസ്മിയ കഴിഞ്ഞ്. ജുംല ഇസ്മിയക്ക് പല രൂപങ്ങളുണ്ട്, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ രൂപം അതിൻ്റെ രണ്ട് റുക്കിനുകളും മർഫൂവായ അവസ്ഥ, അതാണ് ബേസിക്കായിട്ടുള്ള അവസ്ഥ. മുബ്തദയും ഖബറും രണ്ടും മർഫൂവാണ്. രണ്ടാമത്തെ അവസ്ഥ അതിൽ ഒന്നാമത്തെ റുക്കിനായ മുബ്തദന് റഫ് തന്നെ, രണ്ടാമത്തെ റുക്കിനായ ഖബറിന് നസ്ബ് കൊടുക്കും. ഈ കൊടുക്കുന്ന ആളുകൾ 13 ഫിഅലുകളാണ്. ഏതൊക്കെ? കാന എന്ന് തുടങ്ങിയിട്ട് മാദാമ വരെയുള്ള 13 ഫിഅലുകൾ. ഈ 13 ഫിഅലുകൾ വന്നാൽ മുബ്തദ മർഫൂആയി തന്നെ നിൽക്കും, ഖബർ മൻസൂബാവും. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ രൂപം അല്ലേ. ഇപ്പോൾ ഈ ഫിഅലുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് നവാഖിസ്, അല്ലെങ്കിൽ അൽ ഫിഅലുൻ നാഖിസ് എന്ന് വിളിക്കുക. എന്താ നാഖിസ് എന്ന് വിളിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വന്തമായിട്ട് ഒരു ജുംല ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ആളുകളാണ്, അതുകൊണ്ട് ഫിഅലുൻ നാഖിസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമ്മളൊരു സെൻറ്റൻസിൻ്റെ ഇറാബ് പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? കാന സയ്യിദുൻ ഖനിയൻ, ജയ്ദ് പണക്കാരനായിരുന്നു. അപ്പോൾ ജയ്ദ് എന്നുള്ളത് എന്താണ്? ഇസ്മു കാന മർഫൂ, ഖനിയൻ എന്നുള്ളത് ഖബർ കാന മൻസൂബ്. പക്ഷേ ഈ കാനൻ്റെ ഇറാബ് എങ്ങനെ പറയാം? ഫിഅലുൻ മാദി, ഫിഅൽ മാദിയാണ്, മബ്നിയുൻ അലൽ ഫത്ഹ്. അപ്പോൾ കാന വഅഖവാതുഹുവിൻ്റെ ഇറാബ് എന്താ പറയേണ്ടത്? ഫിഅലിൻ്റെ ഇറാബ് പറയുന്ന പോലെ. ഫിഅലിൻ്റെ ഇറാബ് എന്ന് പറഞ്ഞാൽ എന്താ? മാദി ആണെങ്കിൽ മബ്നി അൽ ഫത്ഹ്, അമ്രാണെങ്കിൽ മബ്നി അല സുക്കൂന്, മുളാരിയാണെങ്കിൽ ചിലപ്പോൾ നസ്ബായിരിക്കും, ചിലപ്പോൾ ജസ്മായിരിക്കും. അതിൻ്റെ അവസ്ഥ അനുസരിച്ച് മുളാരിൻ്റെ ഇറാബ് നമ്മൾ ലാസ്റ്റ് വിശദമായിട്ട് പഠിക്കും, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ മാദിയും അമ്രാണെങ്കിൽ നേരെ മബ്നി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയാണ് കാന വഅഖവാതുഹുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഞാനിന്ന് വായിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ അടുത്ത ദിവസമാക്കാം. ഇന്ന വഅഖവാതുഹ. ഇന്ന വഅഖവാതുഹ എന്താണ്? ഒരു 6 ഹർഫുകളാണ്. ഈ 6 ഹർഫുകൾ വന്നാൽ കാന വഅഖവാതുഹുവിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രവൃത്തിയാണ് ചെയ്യുക. ഫസ്റ്റത്തെ വാക്ക് അല്ലെങ്കിൽ മുബ്തദ എന്താവും? മൻസൂബാവും. ഖബർ അവിടെ തന്നെ നിൽക്കും, മർഫൂആയിട്ട് തന്നെ തുടരും. ഇതാണ് ഇനി പഠിക്കാനുള്ളത്. നമുക്ക് 1-2 ഉദാഹരണങ്ങൾ ഇന്ന് പഠിച്ച കാന വഅഖവാതുഹ വെച്ചിട്ട് 1-2 ഉദാഹരണങ്ങൾ കൂടി പറയാം. കുൻ മുജ്തഹിദൻ. കുൻ മുജ്തഹിദൻ ഈ സെൻറ്റൻസിൻ്റെ ഇറാബ് എന്ന് പറയും. കുൻ എന്നുള്ളത് ഫിഅൽ അംർ, ഫിഅലു അംറിൻ മബ്നിയുൻ അല സുക്കൂൻ. ഫിഅൽ അംർ മബ്നി അല സുക്കൂൻ.
ശരി. മുജ്തഹിദൻ, അതിന് മുമ്പ് കുൻ എന്നുള്ളത് കാന വഹവാത്തയിൽപ്പെട്ട ഫേലല്ലേ, അതിനെന്ത് വേണം? ലിക്കുല്ലി ഫേലിൻ ഫാൽ എന്ന് പറഞ്ഞ മാതിരി ലിക്കുല്ലി ഫേലിൻ നാഖിസിൻ ഇസ്മുൻ ബഅദഹു. കാന വഹവാത്തയാകുന്ന നാഖിസായ ഫേലുകൾക്ക് എന്ത് വേണം? സാധാ ഫേലുകൾക്ക് ഫാലുള്ളതുപോലെ ഇവർക്കൊരു ഇസ്മ വേണം. ഇവർക്കൊരു ഇസ്മ എന്ന് പറഞ്ഞാൽ ഇവർ കടന്നു വന്ന ജുംല ഇസ്മിയയിലെ മുബ്തദാണ് ഇവരുടെ ഇസ്മ എന്ന് പറയുന്നത്. അപ്പോൾ കുൻ മുജ്തഹിദൻ എന്ന് പറയുന്നിടത്ത് എവിടെയാണ് ആ കുൻ എന്നുള്ള ഫേലുൻ നാഖിസിൻ്റെ ഇസ്മ എവിടെയാണ്? അത് ളമീറുൻ മുസ്തത്തിറാണ്. തഖ്ദീറുഹു അൻത. അൻത മുജ്തഹിദുൻ എന്ന് പറയുന്ന സെൻറ്റൻസ് ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിലാണ് ഈ കുൻ വന്നിട്ട് കുൻ മുജ്തഹിദൻ എന്നായത്. അപ്പോൾ കുൻ എന്നുള്ളതിൻ്റെ ഇസ്മ എന്താണ്? അൻത. അപ്പോൾ അൻത ളമീറുൻ മുസ്തത്തിറാണ്. പിന്നെ അതിൻ്റെ ഖബർ മുജ്തഹിദൻ എന്നുള്ളത് ഖബറുൻ മൻസൂബുൻ അലാമത്ത് നസ്ബിഹി അൽ ഫത്ഹ. ശരി, എന്നാൽ ഇനി ഒന്നുകൂടി അടുത്ത നെക്സ്റ്റ് ലെവലായിട്ടുള്ളൊരു എക്സാമ്പിൾ. കൂനു മുജ്തഹിദീന. ഫെയിൽ അമ്ര ഫെയിൽ അമ്ര എന്ന് പറഞ്ഞാൽ മതി തൽക്കാലം. ഫെയിൽ അമ്ര അതിൻ്റെ ഇസ്മ എവിടെ? ഇസ്മ എവിടെ? നഹ്നു കൂനു അൻതുമാണോ? അല്ല, വാവുൽ ജമാ. ആ വാവുൽ ജമാഅയാണ് ഇസ്മ, അൻതുമല്ല. കൂനു എന്നുള്ള വാവ്. മുജ്തഹിദീന എന്നുള്ളത് ഖബറുൻ മൻസൂബുൻ അലാമത്ത് നസ്ബിഹി അലിയ. ഇനി വേറൊന്ന്, അസ്ബഹ്തു നഷീത്തൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, അത് നമ്മൾ പറഞ്ഞു. പിന്നെ അസ്ബഹ്തു നഷീത്തൻ, അതിൽ തു എന്നുള്ളത് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. അസ്ബഹ്തു നഷീത്തൻ. അസ്ബഹ ഫെയിലുൻ മാദി മബ്നി അല സുക്കൂൻ. അതിൻ്റെ ഇസ്മ എവിടെ? ളമീർ മുസ്തതിർ അല്ല, തു അവിടെ ഉണ്ട്. തു ഉണ്ട്. ഇസ്മുഹു തു. ഈ തു എന്നതാണ് എൻ്റെ ഇസ്മ. ളമീറുൻ മബ്നിയുൻ അല ളമ്മി ഫി മഹല്ലി റഫ്. ഫി മഹല്ലി റഫ്. അവിടെ സയ്യിദൊക്കെ ആയിരുന്നെങ്കിൽ മർഫു ആവുമായിരുന്നു. അപ്പോൾ മർഫുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന എന്താണ്? മബ്നി അല ളമ്മായിട്ടുള്ള ഒരു ളമീറാണ് തു എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നഷീത്തൻ ഖബറുൻ മൻസൂബ് അലാമത്ത് നസ്ബിഹി അൽ ഫത്ഹ. മാസാല ബിലാലുൻ സാബിറൻ. മാസാല ഫിഅൽ മാദി മബ്നി അല അൽ ഫത്ഹ. ബിലാലുൻ മുബ്തദ മർഫൂ, സാബിറൻ ഖബർ മൻസൂബ്. അതിന് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഈ ഫത്ഹു കസ്റും ലമ്മയാണ് അലാമത്ത് എന്നുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. ശരിക്കും നമ്മളൊരു തുടക്കം നിലക്ക് പറഞ്ഞെന്ന് മാത്രം. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ മുജ്തഹിദീന പോലെ ജമു ദക്കർ സാലിമോ ജമു മുഅന്നസ് സാലിമോ അങ്ങനത്തെ ഒക്കെ വരുമ്പോഴാണ് പറയേണ്ടത്, നമുക്കറിയുമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. അതും കുറച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കും. ഈ ഇറാബുൽ ഖുർആൻ അങ്ങനെയുള്ള കിതാബൊക്കെ എടുത്ത് നോക്കിയാൽ അതിലിങ്ങനെയൊന്നും പറയില്ല. മർഫു ആണോ അല്ലേ മൻസൂബാണോ അത്രേ പറയുള്ളൂ. മസാല ബിലാലുൻ സാബിറൻ. മസാല ഫെയിൽ മാതി. മസാല അല്ല, സാല എന്നുള്ളതാണ് ഫെയിൽ. പക്ഷെ നമ്മളിപ്പോൾ തൽക്കാലം അതിനൊരു ഫെയിലായിട്ടാണ് കാണുന്നത്, മസാല എന്നുള്ളതിന്. ശരി, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാന വാഖവാത്തുഹ. എന്തെങ്കിലും സംശയം ഉണ്ടോ? യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത്. എന്താണ് കൂനു? ഫീൽ അംർ, വാവുൽ ജമാഅ മുബ്തദ, അല്ലെങ്കിൽ എന്താ ഇസ്മു കാന. വാവുൽ ജമാഅ ആണ് ഇസ്മു കാന. അതെന്താണ്? മബ്നിയുൻ അല സുക്കൂനി ഫി മഹല്ലി റഫാണ്. ആ വാവ് സുക്കൂനല്ലേ വാവിൻ്റെ മുകളിൽ. കൂനു എന്ന് പറയുമ്പോൾ കൂനൂവ് എന്നാണ് ശരിക്ക്. അപ്പോൾ മബ്നിയുൻ അല സുക്കൂനി ഫി മഹല്ലി റഫ്. പിന്നെ ഖവ്വാമീൻ എന്നുള്ളത് ഖബറുൻ മൻസൂബുൻ അലാമത്ത് നസ്ബിഹി അലിയ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കേ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയെന്ന് അറിയുള്ളൂ. മറ്റൊരു കാര്യം, മുബ്തദയും ഖബറുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ടുള്ളൊരു കാര്യം, സെൻറ്റൻസുകളിൽ
പല സ്ഥലത്തും എന്ത് ചെയ്യും, ഈ മുബ്തദഇനെ ഹദ്ഫ് ചെയ്യും. ഉദാഹരണത്തിന് ഈ ടൈറ്റിലുകളിൽ, ഹെഡിങ്ങുകളിലൊക്കെ. ഇപ്പോൾ നമ്മുടെ മുന്നിലൊരു കിതാബുണ്ട്, റിയാദു സാലിഹീൻ കിതാബിൻ്റെ പേര്. ഇതിൻ്റെ ഇറാബ് എന്താ? റിയാദു സാലിഹീൻ എന്ന് കിതാബിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, പുറംചട്ടയിൽ. അതിൻ്റെ ഇറാബ് എന്താ? അല്ലെങ്കിൽ സഹീൽ ബുഖാരി ഒരു കിതാബിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഖുർആൻ കരീം, ഖുർആൻ, എൻ്റെ ഇറാബ് എന്താണ്? ഹാദാ സഹീൽ ബുഖാരി അല്ലെങ്കിൽ ഹാദാ ഖുർആൻ കരീം, ഇത് ഖുർആനാകുന്നു. അപ്പോൾ ഖബറാണ് അവിടെ എഴുതിയിട്ടുള്ളത്, മുബ്തദ മഹ്ദൂഫായിരിക്കും. ഇത് സാധാരണ നടക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മുബ്തദ നക്കിറയാണെങ്കിൽ അതിന് നിർബന്ധമായിട്ടും തഖീർ ചെയ്യും. മുബ്തദ നക്കിറയാണ്, അതിൻ്റെ ഖബർ ഒരു ഷിബ്ഹ് ജുംലയാണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ മുഹമ്മദുൻ ഫിൽ ബൈത്തി, ഫിൽ ബൈത്തി മുഹമ്മദുൻ, രണ്ടും പറയാം. മുഹമ്മദ് ഫിൽ ബൈത്തി മുഹമ്മദ്, രണ്ടും പറയാം. എന്നാൽ മുഹമ്മദിന് പകരം നക്കിറയാണെങ്കിൽ റജുലുൻ ഫിദ്ദാരി റജുലുൻ, ഇതിലേതാ പറയാം? ഫിദ്ദാരി റജുലുൻ എന്നാ പറയാം. എന്തുകൊണ്ട്? കാരണം നക്കിറ കൊണ്ട് സെൻറ്റൻസ് തുടങ്ങാൻ അറബികൾക്ക് താല്പര്യമില്ല. ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ തന്നെ നക്കിറ, അത് അറബി ഭാഷ ഇഷ്ടപ്പെടുന്നില്ല. മാരിഫ കൊണ്ടാണ് തുടങ്ങാൻ ഇഷ്ടപ്പെടുന്നത്. ഇത് നിർബന്ധമല്ല, പക്ഷേ വളരെ വ്യാപകമായി ഉപയോഗിക്കുക എന്തായിരിക്കും? ഇതിനെ തഖീർ ചെയ്യും, നക്കിറയെ തഖീർ ചെയ്യും, മുബ്തദ ആണെങ്കിലും. അപ്പോൾ മുഹമ്മദുൻ ഫിൽ ബൈത്തി എന്നുള്ള പോലെ തന്നെയാണ് റജുലുൻ ഫിൽ ബൈത്തി, പക്ഷേ ഫിൽ ബൈത്തി റജുലുൻ എന്നേ പറയുള്ളൂ. ഈ രണ്ട് ഫായിദകൾ മുബ്തദ ഖബറായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണ്. ഒന്ന്, ഈ ഹെഡിങ്ങുകളിലൊക്കെ എന്ത് ചെയ്യും? മുബ്തദിനെ ഹദ്ഫ് ചെയ്യും. രണ്ടാമത്തേത്, മുബ്തദ നക്കിറയാണെങ്കിൽ അതിനെ തഖീർ ചെയ്യും. എക്സെപ്ഷൻസ് ഉണ്ട്. ഈ നക്കിറ മൗസൂഫാണെങ്കിൽ, ഉദാഹരണത്തിന് റജുലുൻ ആലിമുൻ ഫിൽ ബൈത്തി, അങ്ങനെ പറയാം. കാരണം നക്കിറയാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മളതിനെ തഖീർ ചെയ്യുന്നത്. പക്ഷേ ഒരു സിഫത്തൊക്കെ വരുമ്പോൾ ഒന്നുകൂടി ഉയർന്നില്ലേ? റജുലുൻ ആലിമുന്നാണ്, വെറും റജുലല്ല. അല്ലെങ്കിൽ റജുലുൻ ദഖീയുൻ ഫിൽ ബൈത്തി, വലതുൻ സാലിഹുൻ ഫിൽ ബൈത്തി, അങ്ങനെ പറയാം. ഫിൽ ബൈത്തി റജുലുൻ സാലിഹുൻ എന്ന് തന്നെ ആവണമെന്നില്ല. അപ്പോൾ സാധാരണഗതിയിൽ നക്കിറ എന്ത് ചെയ്യും? സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ നിന്ന് മാറ്റി നിർത്തും, ചില കാരണങ്ങൾ ഒഴികെ. ജമ്മാണെങ്കിലും നക്കിറ എന്ന് പറഞ്ഞാൽ ജമ്മുമായിട്ട് ബന്ധമില്ല. റിജാലു എന്ന് പറഞ്ഞാൽ നക്കിറാണോ മാരിഫാണോ? റിജാലുൻ നക്കിറാണ്, അര് റിജാലുൻ മാരിഫ. ജമ്മ് എന്നുള്ളത് നക്കിറ അല്ലാതാക്കുന്നില്ല. ഇനി ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളി. കാന വഖവാത്തുഹോ അല്ലെങ്കിൽ മുബ്തദ ഖബറുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഉദാഹരണങ്ങളോ ഖുർആൻ എന്നുള്ള ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഫായിദ എടുക്കും. അത് ഇന്നല്ലേ, ഇന്നമെടുത്തില്ല, അടുത്ത ആഴ്ച വെച്ചാൽ. ഏറ്റവും നല്ലത് ഖുർആനിലൊരു ഉദാഹരണം മനസ്സിലാക്കി വെച്ചാൽ മറക്കൂല. അപ്പോൾ വഖാന ബിൽ മുഅ്മിനീന റഹീമ, അതാണ് പറ്റി. വഖാന ബിൽ മുഅ്മിനീന റഹീമ, എൻ്റെ ഇറാബ് എന്താ? ബിൽ മുഅ്മിനീന പോട്ടെ, അത് നമ്മൾ പിന്നെ പഠിക്കും. വഖാന ബിൽ മുഅ്മിനീന റഹീമ, കാന ഫിഅ്ലു മാദി മബ്നി അലൽ ഫത്ത്. ഇസ്മുഹു, അതിൻ്റെ ഇസ്മ എന്താ? നോക്കുക, കാന കഴിഞ്ഞിട്ട് ഒരു ഇസ്മുണ്ടോ? ഉണ്ടോ? ഇല്ല. റഹീമ എന്നുള്ളത് ഇസ്മല്ല, കാരണം അത് ഖബറാണ്, മൻസൂബാണ്. ബിൽ മുഅ്മിനീന അല്ല, ഉറപ്പാണ്, അത് ഇസ്മല്ല. അപ്പോൾ എന്ത് പറയാം? ദമീർ മുസ്തതിർ. എന്നിട്ട് ചിന്തിച്ചാൽ മതി ഏതാണ് ദമീർ മുസ്തതിർ എന്നുള്ളത്. കാന ആകുമ്പോൾ ദമീർ മുസ്തതിർ എന്തായിരിക്കും? പറയും, എന്താണ്? ഹുവ. വകാന, അപ്പോൾ കാന എന്നുള്ളത് ഫിഅ്ലു മാദി മബ്നി അലൽ ഫത്ഹ്. വേണമെങ്കിൽ ഒന്നുകൂടി ഉഷാറാക്കണമെങ്കിൽ കാന എന്നുള്ളത് ഫിഅ്ലുൻ നാഖിസുൻ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അറിയാമെന്ന് മനസ്സിലാവും. കാന ഫിഅ്ലുൻ നാഖിസുൻ മബ്നിയുൻ അലൽ ഫത്ഹി, ഇസ്മുഹു ضمير مستتر تقديره هو. കാന ബിൽ മുഅ്മിനീന റഹീമ, റഹീമ എന്നുള്ളത് ഖബറുൻ മൻസൂബ് അലാമത്തു നസ്ബിഹി അൽ ഫത്ഹ്. അപ്പോൾ ഇങ്ങനെ ഒരു ഉദാഹരണം മനസ്സിലാക്കി വെച്ചാൽ കാന വഖവാത്തുഹൻ്റെ അമൽ എന്താണെന്നുള്ളത് പിന്നെ നമ്മൾ മറക്കൂല. കാന ബിൽ മുഅ്മിനീന റഹീമ, അവിടെ റഹീമൻ എന്നായി. വേറെ ഉദാഹരണം ഉണ്ടോ വ്യക്തമായിട്ടുള്ള? കാന അല്ലാഹു വകാന അല്ലാഹു ഗഫൂറൻ റഹീമ ഉണ്ടോ ഖുർആനിൽ? ഉറപ്പുവരുത്തണം. വകാന അല്ലാഹു അലീമൻ ഹക്കീമുണ്ട്. ഗഫൂർ റഹീമുണ്ടോ? ഒരിക്കൽ ഇങ്ങനെ ഒരു പെട്ടിട്ടുണ്ട് പറഞ്ഞിട്ട് ഞാൻ പണ്ട്.
നോക്കട്ടെ. ഗഫൂറൻ റഹീമ. വക്കാന അല്ലാഹു അഫുവൻ ഗഫൂറുണ്ട്. വക്കാന അല്ലാഹു ഗഫൂറൻ റഹീം ഉണ്ടോ എന്നുള്ളത് ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഇന്നല്ലാഹ കാന ഗഫൂർ റഹീം ഉണ്ട്. വക്കാന അല്ലാഹു ഗഫൂർ റഹീം ഉണ്ട്. അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മതി. വക്കാന അല്ലാഹു ഗഫൂറൻ റഹീമ. അള്ളാഹ് എന്നുള്ള ഇസ്മുൽ ജലാല മർഫൂ, ഹു എന്നല്ലേ ലമ്മ്, ഗഫൂറൻ മൻസൂബ്, പിന്നെ അത് മറക്കൂല. പിന്നെ ഇന്നതിൻ്റെ വിപരീതം എന്ന് ഓർത്താൽ മതി. കാനൻ്റെ വിപരീതമാണ് ഇന്നന്ന് ഓർത്താൽ മതി. ഏറ്റവും നല്ലതാണ് അറബി പഠിക്കാൻ ഉദാഹരണങ്ങൾ ഹിഫ്ളാക്കുക. അപ്പോൾ ശരി, ഇവിടെ നിർത്താൻ ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.